ച്ചതുമൊക്കെ നിങ്ങൾ ചോദിക്കരുത് വിശ്വേട്ടാ. നിങ്ങൾ നമ്മുടെ ഒരു സൽപുത്രനുണ്ടല്ലോ, അവൻ എവിടെ? എടോ അവൻ വേണ്ട പറയണ്ട, എനിക്കറിയാലോ നിങ്ങളുടെ പുന്നാര പുത്രൻ വെള്ളമടിച്ച് അവിടെ വന്ന് കിടന്നുറങ്ങുന്നുണ്ടാവും അല്ലേ? സ്വന്തം ഭാര്യയും കുഞ്ഞുമല്ലേ ഈ ആശുപത്രിയിൽ കിടക്കുന്നത്. അവൻ ഇവിടെ വന്നൊന്ന് ഇരിക്ക്. അല്ലെങ്കിൽ വേണ്ട, ആ കൊച്ചിനോട് നല്ല രണ്ട് കാര്യം പറയാ, അവൻ അതിനൊന്നും നേരമില്ലല്ലോ. എടോ നമുക്കതൊക്കെ അവനോട് പറയാനേ പറ്റൂ, അല്ലാതെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റുമോ? വിശ്വേട്ടന് ആ ഫോണിന് അപ്പുറത്തിരുന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി. ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും കടക്കുന്നവരൊക്കെ ചോദിക്കുന്നു, കൊച്ചിന്റെ ഭർത്താവ് എന്തിയേ, ഇത്രയും ദിവസമായിട്ട് എന്താ വരാത്തത്? ചോദിക്കുന്നവരോട് ഉത്തരം പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്തെന്റെ വിശ്വേട്ടാ. അത് മാത്രമാണോ, ആ പെങ്കൊച്ചിനും ആഗ്രഹം കാണത്തില്ലേ? എടോ താൻ ഗർഭിണിയായിരുന്നു സമയത്ത് ഞാൻ തൻ്റെ കൂടെ നടന്നും എന്തിനും കൂട്ടും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മകനും കാണുമെന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു വിശ്വാസം. അവൻ അതൊന്നുമല്ല വലുത്, വെള്ളമടിച്ചിങ്ങനെ നടക്കാനാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഹലോ ഹലോ ലക്ഷ്മി. ഹലോ വിശ്വേട്ടാ, പറഞ്ഞോ, കേക്കാം. ഈ മഴ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ലല്ലോ. എന്നാ വെച്ചോടൂ, നാളെ രാവിലെ ഞാൻ വിളിച്ചോളാം. അവനെയും കൂട്ടി അങ്ങ് വരികയും ചെയ്യാം. സമയം രാത്രി 10-നോടടുത്തു. ഇടവപ്പാതി കനത്തു പെയ്തുകൊണ്ടിരിക്കുന്നു. പലയിടത്തും വൈദ്യുതി പ്രവർത്തിക്കുന്നില്ല. ആകെ വല്ലാത്തൊരു അന്തരീക്ഷം. ചങ്ങനാശ്ശേരി സിറ്റി ഹോസ്പിറ്റലിന്റെ പ്രസവ വാർഡിൽ ലൈറ്റ് മിന്നിയും കെട്ടും നിൽക്കുന്നു. പലരും പുറത്ത് പെയ്യുന്ന തണുപ്പിൽ ഉറക്കം തുടങ്ങി. കുഞ്ഞുങ്ങൾ അമ്മമാരുടെ മാറിലെ ചൂടിൽ പതുങ്ങി. അപ്പോഴും ചില വീരപ്പന്മാര് കരഞ്ഞു ബഹളം വെക്കുന്നുണ്ട്. അപ്പോഴും ഉറക്കം വരാതെ കിടക്കുന്നവളുടെ മുടിയിൽ വെറുതെ തഴുകിക്കൊണ്ട് ആ അമ്മ അവളോട് ചോദിച്ചു, എന്താ എന്താ എൻ്റെ കുട്ടി ആലോചിച്ചു കൂട്ടുന്നേ? സമയം ഒത്തിരിയായി മോനെ, ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ തലവണക്കരികിൽ ഫോണും വെച്ച് കിടന്നത്. എന്തൊരു നശിച്ച മഴയാണ് എൻ്റെ ദേവി, എത്ര നേരമായി ഇങ്ങനെ തുടങ്ങിയിട്ട്. ഒരറുതിയുമില്ലല്ലോ ഇതിനൊന്നും. ഇനി അടുത്ത വെള്ളപ്പൊക്കത്തിനുള്ളതാണെന്ന് തോന്നുന്നു. കുറച്ചു നേരം കൂടെ അവൾ ഒന്നും ചോദിക്കാതെ പറയാതെ അങ്ങനെ കിടന്നു. അപ്പോഴും ആ ഇരുട്ട് മൂടിക്കിടക്കുന്ന പ്രകൃതി കാണുമ്പോൾ ഉള്ളിലൊരു ഭയമാണ്. ആ ആണൊരുത്തന്റെ മുഖം മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ചോദിക്കാതിരിക്കാൻ ആയില്ല അവൾക്ക്. അമ്മേ, ഹരിയേട്ടൻ. എൻ്റെ കുഞ്ഞെ, അവൻ വിളിച്ചായിരുന്നു. മഴ ആയതുകൊണ്ടാ വരണ്ട എന്ന് ഞാൻ പറഞ്ഞത്. നാളെ രാവിലെ അവൻ വന്നോളും, മോള് കിടന്നു, പുറത്ത് നല്ല മഴയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ വീണ്ടും കിടന്നു. അവൾക്ക് എത്രയൊക്കെ കിടക്കാൻ നോക്കിയിട്ടും പറ്റുന്നില്ല. കണ്ണുകൾ അടയ്ക്കുമ്പോൾ അവന്റെ മുഖമാണ് മനസ്സിൽ. കൂടെ താനൊന്ന് ഒപ്പിട്ട് കൊടുത്ത എഗ്രിമെന്റ് പേപ്പറും. എൻ്റെ മഹാദേവ, ഇനിയും എന്നെ പരീക്ഷിച്ച് കഴിഞ്ഞില്ലേ നീ? എൻ്റെ കുഞ്ഞ്, എൻ്റെ ഹരിയേട്ടൻ, ഇവരെയൊക്കെ എനിക്ക് തന്നൂടെ? എനിക്ക് എൻ്റെ പഴയ ഹരിയേട്ടനെ കാണാൻ തോന്നുക, ആ സ്നേഹം ഒന്നറിയാൻ എനിക്ക് തോന്നുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ഹരിയേട്ടൻ്റെ മനസ്സിൽ ഒരു കുന്നിക്കുരുവിൻ്റെ സ്ഥാനം പോലും എനിക്കില്ലേ? എന്നെ നമ്മുടെ മോനെ ഒന്ന് കാണാൻ പോലും തോന്നുന്നില്ലേ ഹരിയേട്ടാ? അത് ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ ഇടറുന്നുണ്ടായിരുന്നു. തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരു കരച്ചിൽ ചീൾ പുറത്തു വരാതിരിക്കാൻ അവൾ നന്നേ പാടുപെട്ടു. എന്തൊക്കെയോ ചിന്തകൾക്കൊടുവിൽ അവളും നിദ്രയിലേക്ക് പോയി. എന്നാൽ സ്വന്തം വീട്ടിൽ AC-യുടെ തണുപ്പും ആസ്വദിച്ച് കമ്പളി പുതപ്പിനുള്ളിൽ സുഖനിദ്രയിലായിരുന്നു ഹരി. അവൻ അവളുടെ വേദന കാണണ്ട, കുഞ്ഞിന്റെ കാര്യം അറിയണ്ട. അവളെപ്പറ്റി ഉള്ളതൊന്നും അവനെ ബാധിക്കുന്ന കാര്യങ്ങളായിരുന്നില്ല. അവന്റെ ആരും അല്ല അവൾ, ഇനി ആകാനും പോണില്ല. വെറും എഗ്രിമെന്റ് ബന്ധം മാത്രമാണ് അവളുമായി. പിന്നെ എന്തിനാണ് താൻ അതിലൊക്കെ ഇടപെടുന്നത് എന്ന് മാത്രമായിരുന്നു അവന്റെ ചിന്തകളിൽ. വെറും ഒരു കടലാസിന്റെ മാത്രം വില, അത് മാത്രമേ അവൾക്ക് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും തന്നിൽ നിന്ന് അവൾക്ക് കിട്ടാനും പോണില്ല. പിന്നെ കുഞ്ഞ്, അത് അവളുടെ മാത്രമാണ്. അതിൽ തനിക്ക് ഒരു ബന്ധവുമില്ല. തൻ്റെ അല്ലല്ലോ. അവള് കണ്ടവരുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിന് താൻ എന്തിനു പോണം? അവൾക്ക് കാവലിന് എന്തിനാ തണുപ്പത്ത് ഈ മഴയത്ത് ആശുപത്രിയുടെ കൊതുകടിയും കൊണ്ട് കിടക്കുന്നത്? എല്ലാം അവളായി അവളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടിയതാ. എന്നെ ചതിച്ചവളാ. എൻ്റെ ബലഹീനതയെ കരുവാക്കി എന്നെ ചതിച്ചവൾ. എന്നെ മാത്രമാണോ സ്നേഹിച്ച എല്ലാരെയും ചതിച്ചവൾ? കാമപിശാശ്. നിനക്കൊരിക്കലും ഈ ഹരിയുടെ ജീവിതത്തിൽ സ്ഥാനം ഇല്ലടി. എന്നെ സ്നേഹിക്കില്ല ഞാൻ ഒരിക്കലും. നിനക്കറിയായിരുന്നു എൻ്റെ ബലഹീനത എൻ്റെ കുടുംബമാണെന്ന്. നീ അത് തന്നെ കരുവാക്കി. അതല്ലേടി മോളെ നിന്റെ ഈ ഭാര്യ പദവി. അല്ലാതെ എന്താടി ഈ കല്യാണം? അവൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങൾക്കിടയിൽ ഒരു ബ്രിഡ്ജ്,
അന്ന് എനിക്കും അത് ആവശ്യമായിരുന്നു. എൻ്റെ കുടുംബമാണ് എൻ്റെ ബലഹീനതയും ശക്തിയും. അവരുടെയൊക്കെ സന്തോഷത്തിന് വേണ്ടി ഒരു മരപ്പാവയെ പോലെ നിന്ന് കൊടുത്തവനല്ലേ ഞാൻ. അതിലുപരി അവളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പല ആവർത്തി അതുതന്നെ ഹരി മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവളുടെ മേൽ തനിക്ക് സ്നേഹമില്ല. അവളെ സ്നേഹിക്കേണ്ട ആവശ്യവുമില്ല. തൻ്റെ മനസ്സിൽ ഇത് തന്നെ ആയിരം ആയിരം തവണ ഉരുവിട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ നിദ്രയിൽ സുഖമായി കടന്നു. ഇത് ഇവരുടെ കഥയാണ്, ഹരിയുടെയും അവൻ്റെ ജാനകിയുടെയും. ജീവിതത്തിൽ പല സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ തോറ്റുപോയ രണ്ടുപേരുടെ കഥ. നിനക്കായി ഞാൻ, എനിക്കായി നീ എന്ന പ്രതീക്ഷയെ ഊട്ടിയുറപ്പിക്കുവാനും മഞ്ഞച്ചരടിൽ ഒരു നുള്ളു പൊന്ന്. താലി. 3 പ്രാവശ്യം നമ്മൾ അഗ്നിയെ സാക്ഷിയാക്കി കെട്ടിമുറുക്കുന്നു. നായകൻ ഹരിനന്ദൻ വാസുദേവ്. വയസ്സ് 35. സ്വന്തമായി ബിസിനസ് നടത്തുന്നു. ദേവ് ഗ്രൂപ്പ് ഓഫ് ബിസിനസ്. അമ്മ ലക്ഷ്മി, അച്ഛൻ വാസുദേവൻ, ഭാര്യ ജാനകി ഹരിനന്ദൻ. നായിക ജാനകി ഹരിനന്ദൻ. വയസ്സ് 30. ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. നേരം വെളുത്തു തുടങ്ങി. എങ്കിലും കാർമേഘങ്ങൾ വിട്ടുമാറിയിട്ടില്ല. മഴത്തുള്ളികൾ അപ്പോഴും വീണുകൊണ്ടിരിക്കുന്നു. പ്രകൃതി മുഴുവൻ ഇരുണ്ടും മൂടി ആകെ ഒരു പരിഭ്രാന്തി വിളിച്ചോതുന്ന അന്തരീക്ഷം. അവളുടെ കണ്ണുനീരും ഇപ്പോഴും നിലച്ചിട്ടില്ല. അവൾ കട്ടിലിന്റെ ഒരു വശത്ത് പതുക്കെ ചെരിഞ്ഞെഴുന്നേറ്റു. കണ്ണുകളൊന്നടച്ച് മഹാദേവനെ ഒന്നൂടെ പ്രാർത്ഥിച്ചു. എൻ്റെ മഹാദേവ, ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കാത്തോണേ. എൻ്റെ ഹരിയേട്ടന് ഒരു ആപത്തും വരുത്തരുതേ. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നപ്പോൾ മുന്നിൽ ചിരിയോടെ അമ്മയുണ്ട്. ആഹാ, മോൾ എഴുന്നേറ്റോ? ഇന്നലത്തെ മഴ ഇതുവരെ മാറിയില്ല എൻ്റെ കുഞ്ഞെ. എന്തായാലും ഇപ്പൊ എഴുന്നേറ്റ് നന്നായിട്ടോ. കുറച്ചുകൂടെ അങ്ങ് ആകുമ്പം പിന്നെ ആൾക്കാരുടെ തിരക്കാം. ഇപ്പോൾ തന്നെ അധികം ആരും എണീറ്റിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേഗം കുളിച്ചു വരാം. അല്ലെങ്കിൽ അറിയാലോ, ജനറൽ ഹോസ്പിറ്റലാ. കുറച്ച് കഴിഞ്ഞ് ഭയങ്കര തിരക്കാകും ബാത്റൂമിൻ്റെ അങ്ങോട്ട്. അമ്മ പറയുന്നതെല്ലാം അവൾ ഒരു ചിരിയോടെ കേട്ടുകൊണ്ടിരുന്നു. പിന്നെ പതുക്കെ നിലത്തേക്ക് ഇറങ്ങി നിന്ന് കൊണ്ട് മുടി വാരിക്കെട്ടി. അവളുടെ കാലുകളിൽ രണ്ടും മന്തുപോലെ നീര് വെച്ച് വല്ലാത്തൊരവസ്ഥയാണ്. അമ്മ ഞാൻ എന്നെ മോനെ, അമ്മ എന്നാ ഞാനും രാവിലെ കുളിക്കാം. എന്തോ ഒരു വയ്യായിക പോലെ ഉണ്ട്. എൻ്റെ പൊന്നു കുഞ്ഞെ, വയ്യായിക ഉണ്ടെങ്കിൽ മോള് കിടന്നു. ഇനി അങ്ങോട്ടൊക്കെ പോയി വേറെ ഒന്നും വരുത്തി വെക്കണ്ട. ഇല്ലമ്മ, അതിനു മാത്രം ഒന്നൊരു പ്രശ്നവും ഇല്ലെന്നേ. ഒന്ന് കുളിച്ചു കഴിയുമ്പോൾ ഈ ക്ഷീണമൊക്കെ അങ്ങ് മാറും. പിന്നെ എനിക്ക് ഹരിയേട്ടനെ ഒന്ന് വിളിക്കണം, കുഞ്ഞിയെയും എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അമ്മയെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം മനസ്സിലാക്കിയതുപോലെ അമ്മ അവൾക്ക് കുളിച്ചു മാറാനുള്ള നൈറ്റിയും പാവാടയും അതിനടിയിലിടാനുള്ളതും എടുത്തു. കൂടെ ബ്രഷും പേസ്റ്റും. അമ്മയും മോളും കൂടി വാർഡിന് പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ജാനിമോളെ സൂക്ഷിച്ചു നടക്കണം. അവിടെ ഇവിടെയൊക്കെ വെള്ളം വീണ് കിടപ്പുണ്ട്. തെന്നിയെങ്ങാനും വീണാ അയ്യോ, എനിക്ക് ഓർക്കാൻ കൂടെ വയ്യ എൻ്റെ മോളെ. അവൾ പതുക്കെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് പോയി പല്ലു തേച്ചു വന്നു. പിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും കുളിച്ചു മാറാനുള്ള ഡ്രസ്സും സോപ്പും വാങ്ങി കുളിക്കാൻ കയറി. അമ്മ മകളെയും നോക്കി പുറത്തു നിന്ന്. പിന്നെ ഫോൺ പേഴ്സിൽ നിന്നും എടുത്ത് തൻ്റെ ഭർത്താവിനെ വിളിച്ചു. ജാനകി വസ്ത്രങ്ങളെല്ലാം മാറി ഷവറിനടിയിൽ നിൽക്കുമ്പോഴും അതിൽ നിന്ന് വരുന്ന ജലകണങ്ങൾ തൻ്റെ ശരീരത്തിലെ മാത്രമാണ് തണുപ്പ് വരുത്തുന്നത്. അത് മനസ്സിലെ അഗ്നിയെ തരി പോലും അണയ്ക്കുന്നില്ല. മനസ്സ് വീണ്ടും രാവിലെ അസ്വസ്ഥമായി തുടങ്ങി. തൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള വേവലാതിയാണ് ആ മനസ്സിൽ. തനിക്ക് എന്തെങ്കിലും പറ്റിയാൽ അവൻ ആരുമില്ലാതാകില്ലേ? ആ ഒരു ഉൾഭയം അവളെ വല്ലാതെ ഉലച്ചു. അവൻ്റെ ഈ ജനനം പോലും അറിയാതെ അവനെ ഒരു നോക്ക് കാണാൻ പോലും വരാതിരിക്കുന്ന ആ കൈകളിൽ അവനെ എങ്ങനെ ഏൽപ്പിക്കും താൻ? തനിക്കതിന് കഴിയുമോ? അവളുടെ മനസ്സും തലച്ചോറും പരസ്പര മത്സരത്തിലായിരുന്നു. എന്താണ് തൻ്റെ കുഞ്ഞിൻ്റെ ഭാവി? ആരുടെ കൈകളിലായിരിക്കും അവൻ സുരക്ഷിതൻ എന്നെല്ലാം മനസ്സ് അലമുറയിട്ടപ്പോഴാണ് അവളുടെ ചിന്തകളെ പോലും മാറ്റിമറിച്ചുകൊണ്ട് അവളുടെ നഗ്നമായ വയറിൽ കുഞ്ഞിക്കാലുകൾ ഒന്ന് തെളിഞ്ഞു വന്നത്. അമ്മയുടെ കള്ള, എഴുന്നേറ്റോടാ നീ. അമ്മയ്ക്ക് നൊന്തുവാവേ. അമ്മയുടെ കാത്തിരിക്കോ എൻ്റെ കണ്ണനെ, വേഗം വാടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ ആ വയറിൽ ഒന്ന് തലോടി. അമ്മയുടെ പുന്നാരിക്കൽ ഇഷ്ടമായതുപോലെ അവൻ വീണ്ടും തൻ്റെ കുറുമ്പ് കാണിച്ചുകൊണ്ടേയിരുന്നു. എടോ ലക്ഷ്മി, മോൾക്ക് എങ്ങനെയുണ്ട്? ഇന്ന് കാണുമോ? ഇന്ന് കാണുമെന്ന് തോന്നുന്നു ഏട്ടാ. മോളുടെ മുഖത്തിനൊക്കെ ആകെ ഒരു ക്ഷീണമുണ്ട്. പിന്നെ വയറൊന്ന് ഇടിഞ്ഞതുപോലെ തോന്നി. ആളിപ്പോൾ കുളിക്കുക. എൻ്റെ ലക്ഷ്മി, താൻ എന്ത് മണ്ടത്തരവേ ഈ കാണിച്ചത്?
പ്രസവം അടുത്ത കുഞ്ഞിനെയാണോ ഒറ്റയ്ക്ക് കുളിമുറിയിൽ വിട്ടത്? താൻ വേഗം ചെല്ല്. വേഗം ചെന്ന് നോക്കിക്കേ. ഞാൻ വെക്കുവോ. അത്രയും പറഞ്ഞ് അദ്ദേഹം ഫോൺ വെച്ചു. ലക്ഷ്മിയമ്മ വേഗം തന്നെ അവളെ വിളിച്ചു. മോളെ ജാനി, മോളെ കുളി കഴിഞ്ഞില്ലേ മോളെ? കുട്ടി, മോളെ. ഞാൻ വരൂ അമ്മേ. പെട്ടെന്ന് അവൾ മനസ്സിൽ എന്തൊക്കെയോ ഉറപ്പിച്ച് ഡ്രസ്സ് മാറി പുറത്തേക്ക് വന്നു. അവൾ ഇറങ്ങി വന്നപ്പോഴാണ് ആ അമ്മയുടെ മനസ്സിന് ഒരു ആശ്വാസമായത്. അവൾക്ക് കുഴപ്പമൊന്നുമില്ലല്ല എന്ന് കണ്ടപ്പോഴും അറിഞ്ഞപ്പോഴും. എൻ്റെ ലക്ഷ്മിയമ്മേ, ഇങ്ങനെ ടെൻഷൻ ആവാതെ, എനിക്കൊരു കുഴപ്പവും ഇല്ലെന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയുടെ കവിളിലൊന്ന് പിടിച്ചു വലിച്ചു. എന്നാൽ മോൾ ഇവിടെ നിൽക്ക്, അമ്മ ഈ തുണിയൊന്ന് പെട്ടെന്ന് പിഴിഞ്ഞിട്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ മാറിയ വസ്ത്രങ്ങളുമായി അവർ ബാത്റൂമിലേക്ക് കയറി. ജാനി അമ്മയുടെ ഫോണുമായി കുറച്ച് മുന്നോട്ട് നടന്നു. വരാന്തയുടെ ഒരു സൈഡോരം ചേർന്ന് നിന്നുകൊണ്ട് അവൾ ഒരു നമ്പർ ഡയൽ ചെയ്തു. ഫോൺ ചെവിയോട് ചേർത്തു. ഫോൺ റിങ് ചെയ്തു തുടങ്ങി. അവളുടെ മനസ്സും സുനാമി പോലെ കടൽത്തിരകൾ കൊണ്ട് ഒന്ന് ഇളകി മറിഞ്ഞുകൊണ്ടിരുന്നു. വീണ്ടും അവളുടെ തലച്ചോറിൽ അവളോട് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു, ഈ ഫോൺ ചെയ്യണമോ വേണ്ടയോ? ആ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന പോലെ അവൾ ഫോൺ ചെവിയിൽ നിന്നും അടർത്തി മാറ്റുന്ന നിമിഷമാണ് ഹലോ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ അവളുടെ ശരീരമൊന്ന് വിറച്ചു. എന്തു പറയണം എന്ന് പോലും അറിയാതെ കുറച്ചു നിമിഷങ്ങൾ അവൾ നിശബ്ദയായി നിന്നു. ഹലോ ലച്ചുമ്മ. രണ്ടും കൽപ്പിച്ച് മനസ്സിനെ ശാന്തമാക്കി അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. ഹലോ ജിത്തു, ഞാൻ ജാനിയാണ്. ആഹാ, ജാനി കൊച്ചായിരുന്നോ? എവിടെ എൻ്റെ മരുമോള്? സുഖമായിരിക്കുന്നോ കൊച്ചേ? പിള്ളാരെ പറഞ്ഞ് സ്കൂളിൽ വിട്ടിട്ട് ഞാനും കുഞ്ഞിയും വാവയും കൂടി അങ്ങോട്ട് വരാം. ജിത്തു, എനിക്ക് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയണം. നിനക്കൊന്ന് വേഗം വരാൻ പറ്റുമോ? ജാനിയുടെ ശബ്ദത്തിലെ പതർച്ച, അവളുടെ ഉള്ളിലെ മാനസിക സംഘർഷം എല്ലാം പെട്ടെന്ന് തന്നെ ഫോണിനപ്പുറത്തുള്ള ജിത്തുവിന് മനസ്സിലായി. എന്താ ജാനി, എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? ജിത്തു, ഒന്ന് വേഗം വരുമോ? ഫോണിൽ കൂടെ സംസാരിക്കാൻ പറ്റില്ല. വേഗം ഒന്ന് വരുമോ? വേഗം വേണം. എനിക്കെന്തൊക്കെയോ ഒരു വേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് ജിത്തുവിനോട് പറയാനുള്ളതാ എന്ന് പറഞ്ഞുകൊണ്ട് അവന് തിരിച്ചു മറുപടി പോലും പറയാൻ സമ്മതിക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്ത് നിൽക്കുന്ന ജിത്തുവിനെയും നോക്കിക്കൊണ്ടാണ് അവിടേക്ക് കുഞ്ഞി വന്നത്. അവൾക്ക് കാര്യം ഒന്നും മനസ്സിലായില്ല. എന്തോ അവനെ അലട്ടുന്നുണ്ടോ എന്ന് മാത്രം അറിയാം. എന്നാ പറ്റി ജിത്തുവേട്ടാ? എന്താ മുഖമൊക്കെ വല്ലാണ്ടിരിക്കുന്നേ? ലക്ഷ്മിയമ്മ എന്തിനാ വിളിച്ചേ? ജാനിയേച്ചിക്ക് എന്തെങ്കിലും? ലച്ചുമ്മ അല്ല വിളിച്ചത് കുഞ്ഞെ, ജാനിയ. അവൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. നീ ഒരു കാര്യം ചെയ്യ്. അന്നുവിനെയും അമ്മുവിനെയും വേഗം തയ്യാറാക്ക്. നമുക്കൊന്ന് പോയി ജാനിയെ കാണാം. അവളുടെ സ്വരത്തിലൊക്കെ എന്തോ ഒരു വല്ലായ്മ. കൂടാതെ പെയിൻ തുടങ്ങുന്നത് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജിത്തുവേട്ടൻ ഒരുങ്ങാൻ നോക്ക്. ഞാൻ നീലിമയെ വിളിച്ച് പിള്ളാരെ ഏൽപ്പിച്ചിട്ട് വേഗം റെഡിയാകാം. പെട്ടെന്ന് തന്നെ കുഞ്ഞിയും കിച്ചുവും റെഡിയായി വാവയുമായി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു. ആ യാത്രയിൽ കുഞ്ഞിയുടെ മനസ്സിൽ അവളുടെ ഇച്ചേച്ചി മാത്രമായിരുന്നു, അവളുടെ ജാനിയേച്ചി. അക്ഷരച്ചെപ്പിലെ എഴുത്തുകാരായിരുന്നു താനും ചേച്ചിയും. അക്ഷരങ്ങളുടെ കൂട്ടുകെട്ടിൽ തങ്ങൾ പെട്ടെന്നടുക്കുകയും ചെയ്തു. അങ്ങനെ അക്ഷരച്ചെപ്പിലെ ഇൻബോക്സ് ചാറ്റിങ്ങിൽ നിന്നും വാട്സപ്പിലേക്കും ഇൻസ്റ്റയിലേക്കും ഞങ്ങളുടെ സൗഹൃദം വളർന്നുകൊണ്ടേയിരുന്നു. ആ വളർച്ച സൗഹൃദത്തിനപ്പുറം സാഹോദര്യം കൂടിയാണ് ഞങ്ങളിൽ ഉണ്ടാക്കിയെടുത്തത്. അക്ഷരങ്ങളിൽ മായാജാലം തീർക്കുന്ന എൻ്റെ ജാനിയേച്ചി സ്വന്തം ജീവിതത്തിൽ ഒത്തിരി പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കെയാണ് ചേച്ചിയുടെ പച്ചയായ ജീവിതം ഞാനും അറിയുന്നത്. അക്ഷരങ്ങളിൽ തീർക്കുന്ന മായാജാലങ്ങൾക്കപ്പുറം ദുഃഖങ്ങളുടെ ഒരു പടുകുഴിയിലാണ് എൻ്റെ ചേച്ചി എന്നറിഞ്ഞപ്പോൾ ശരിക്കും വിശ്വസിക്കാൻ തോന്നുന്നില്ല. അധ്യാപികയായിരുന്ന ചേച്ചിയുടെ ലൈഫിലേക്ക് വീട്ടുകാർ അരുൺ എന്ന വ്യക്തിയെ കൂട്ടിന് കൊണ്ടുവന്നു. വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിലാണ് ചേച്ചിയും തിരിച്ചറിയുന്നത് അയാൾ കടുത്ത മാനസിക രോഗിയാണെന്ന്. നീണ്ടുനിന്ന 4 വർഷത്തെ ചേച്ചിയുടെ നരക ജീവിതത്തിൽ നിന്നും പുറത്തു വന്ന ചേച്ചിയെയാണ് ഞാനും അക്ഷരലോകവും കണ്ടത്. പിന്നീട് ഇതുവരെ ചേച്ചിയുടെ ഉയർച്ചയിലും താഴ്ചയിലും ഞാനും ജിത്തുവേട്ടനും മക്കളും കൂടെയുണ്ടായിരുന്നു. ഞങ്ങളുടെ സ്നേഹക്കൂട്ടിലേക്ക് ചേച്ചിയെ കൂട്ടി. എൻ്റെ ഹരിയേട്ടനെ കൊണ്ട് ഈ വിവാഹം നടത്തിച്ചതും ഞാൻ തന്നെയാണ്. ഇനി എന്തായിരിക്കും ചേച്ചിയെ അലട്ടുന്ന പ്രശ്നം? എന്തിനായിരിക്കും ജിത്തുവേട്ടനെ അത്യാവശ്യമായി കാണണം എന്നൊക്കെ പറഞ്ഞത്? അങ്ങനെ 100,000 ചോദ്യങ്ങൾ കുഞ്ഞിയുടെ മനസ്സിലും അലട്ടിക്കൊണ്ടേയിരുന്നു. അപ്പോഴും അവൾക്കറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ച് അവൾ പ്രാർത്ഥിച്ചു. ചേച്ചിക്കും കുഞ്ഞിനും ഒന്നും വരരുതേ എന്ന്. എന്തായിരിക്കും ജാനിക്ക് ജിത്തുവിനോട് പറയാനുള്ളത്? ജാനിക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിക്കുമോ? തുടർന്നുള്ള ഭാഗങ്ങൾ അറിയാൻ
ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. താങ്ക്